Assalamu Alaikum. Hello my dear students. So in the previous class we were discussed about the viscous force. Okay, so in this class we are going to discuss about the viscous force in detail. Okay, so we take kerosene, water, honey and glycerin. Okay, what are the four substances? Kerosene, water and glycerin and honey. Okay, and allow this four to flow. ഇതിനെ നാലിനെയും നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യിപ്പിക്കുക. വിച്ച് വൺ മൂവ് ഫാസ്റ്റർ? വാട്ടർ മൂവ് ഫാസ്റ്റർ. ഏതാണ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത്? വാട്ടറാണ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹണി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? വാട്ട് അബൌട്ട് ദ ഹണി? ഹണി മൂവ്സ് വെരി സ്ലോലി. സ്ലോ ആയിട്ടായിരിക്കും എന്ത് മൂവ് ചെയ്യുന്നത്? ഹണി മൂവ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ബിക്കോസ് ദ ലിക്വിഡ് ഇൻ മോഷനിലുള്ള ലിക്വിഡിൻ്റെ ഇടയ്ക്കായിട്ട് അല്ലേ, ബിറ്റ്വീൻ ദ ലിക്വിഡ് ഇൻ മോഷൻ, ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡ് ഇൻ മോഷൻ ദർ ഈസ് എ ഫോഴ്സ് കോൾഡ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അതായത് ഈ മോഷനിൽ ഉള്ള ഫോഴ്സിൻ്റെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ട്. വി ഓൾറെഡി ലേൺ അബൌട്ട് വാട്ട് ഈസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഈസ് ആൻ ഒപ്പോസിങ് ഫോഴ്സ് ആൻഡ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ലിക്വിഡ് ഇൻ മോഷൻ ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ പിന്നെന്താണ്, മോഷനിലുള്ള ലിക്വിഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് എന്താ ഉണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ്. ദർ എക്സിസ്റ്റ് എ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഡ്യൂ ടു ദിസ് ഫ്രിക്ഷണൽ ഫോഴ്സ് ദ ഫ്ലോ ഇസ് എന്താണ്? ഫ്ലോ ഇസ് സ്റ്റോപ്പ്. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. എന്താണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ്. അവിടെ ഒരു ബാരിയർ ഉണ്ട്. അവിടെ ആ ലിക്വിഡ്സിന് ഫ്ലോ ചെയ്യുന്നതിനായിട്ട് ദർ ഇസ് എ ബാരിയർ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. ഓക്കെ, സോ ആ ഒരു ഫോഴ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ ഈ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ബിസൈഡ് ദ ഫ്രിക്ഷൻ ഡ്യൂ ടു ദ ഗ്ലാസ് പ്ലേറ്റ് ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡിൻ്റെ ലെയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് എന്തോ ഉണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് ദാറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് ലിക്വിഡ്സ്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ ഫ്ലോയെ എന്താണ് റെസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് എ ലിക്വിഡ് ഇൻ മോഷനിലുള്ള ലിക്വിഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് ദർ ഈസ് എ ഫ്രിക്ഷണൽ ഫോഴ്സ് പാരലൽ ടു ദ ലെയേഴ്സിന് പാരലായിട്ട് എന്തോ ഉണ്ട്? അവിടെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് വിച്ച് ട്രൈ ടു പ്രിവെൻറ്റ് ദ ഫ്ലോ ഓഫ് ദ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സാണ് ഈ ലെയേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു മോഷനെ തടസ്സപ്പെടുത്തുന്നത്. ആൻഡ് such type of the frictional force is the viscous force. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സിന്, അതായത് ലെയേഴ്സ് ലിക്വിഡ് മോഷനിലുള്ള ലെയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട്, മോഷനിലുള്ള ലിക്വിഡ്സിൻ്റെ ലെയേഴ്സിൻ്റെ ഇടയ്ക്കായിട്ട് എന്തുകൊണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ദ വിസ്കസ് ഫോഴ്സ്. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ്, ഇറ്റ്സ് എ ബാരിയർ അല്ലേ, ഇറ്റ്സ് ദ ബാരിയർ ടു ഫ്ലോ. ആൻഡ് സച്ച് ടൈപ്പ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. അങ്ങനെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഹണി ദ വിസ്കസ് ഫോഴ്സ് ഈസ് വെരി ഗ്രേറ്റർ. അപ്പോൾ ഈ ഹണിയുടെ കേസിൽ വാട്ടറിനെയൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ഇഫ് യു കൺസിഡർ ദ വാട്ടർ ദ വിസ്കോസിറ്റി ഈസ് വെരി ലെസ്. ഓക്കെ, ദാൻ ഹണിക്ക് വിസ്കോസിറ്റി കൂടുതലാണ്. ബിക്കോസ് അത് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? വളരെ സ്ലോ ആയിട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ വാട്ടർ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. സോ വിച്ച് വൺ പൊസസ് ദ ഗ്രേറ്റർ വിസ്കോസിറ്റി? ദ ഹണി പൊസസ് ദ ഗ്രേറ്റർ വിസ്കോസിറ്റി. ഇഫ് യു കൺസിഡർ ദ വാട്ടർ ഇറ്റ് പൊസസ് ദ ലോവർ വിസ്കോസിറ്റി. വളരെ കുറഞ്ഞ വിസ്കോസിറ്റി മാത്രമേ എന്തിനുള്ളൂ? വാട്ടറിന് ഉള്ളൂ. ഓക്കെ, സോ ഹൗ വി ക്യാൻ റെഡ്യൂസ്. അപ്പം വിസ്കസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വിസ്കോസിറ്റി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് എ ലിക്വിഡ്. ഒരു ലിക്വിഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയാണ് നമ്മളെന്തെന്ന് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ലിക്വിഡ്. ഇത് വിസ്കസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് വിസ്കസ് ഫോഴ്സ്. ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടി, ആ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീനെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് വിസ്കസ് ഫോഴ്സ് ആൻഡ് വിസ്കോസിറ്റി. ആൻഡ് വിച്ച് വൺ പോസസ് ദ ഗ്രേറ്റർ വിസ്കോസിറ്റി? ഹണി പോസസ് ദ ഗ്രേറ്റർ വിസ്കോസിറ്റി ബിക്കോസ് ഇറ്റ് മൂവ്സ് സ്ലോലി ദാൻ ദ വാട്ടർ. ഓക്കെ, ഇപ്പം ലിക്വിഡ്സ് ഓഫ് ഗ്രേറ്റർ വിസ്കോസിറ്റി ആർ ദ വിസ്കസ് ഫ്ലൂയിഡ്സ്. അതായത് ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗ്രേറ്റർ വിസ്കോസിറ്റി ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് മൊബൈൽ ലിക്വിഡ്സ്. ഓക്കെ, ഇഫ് ദ ലിക്വിഡ്സ് ഹാവ് ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളതിനെ നമ്മൾ പറയുന്നത് വിസ്കോസ് ലിക്വിഡ്സ് എന്നും, പിന്നെന്താണ് ലോവർ വിസ്കോസിറ്റി ഉള്ളതിനെ നമ്മൾ പറയുന്നതാണ് മൊബൈൽ ലിക്വിഡ്സ്. ഇതാണ് മൊബൈൽ ലിക്വിഡ്സ് ഓഫ് വെരി ഗ്രേറ്റർ വിസ്കോസിറ്റി ആർ ദ വിസ്കസ് ലിക്വിഡ്സ്. ഒന്നുമില്ല, ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളതിനെ വിസ്കസ് ലിക്വിഡ്സ് എന്നും ലെസ്
വിസ്കോസിറ്റി ഉള്ളതിനെ മൊബൈൽ ലിക്വിഡ്സ്. മൊബൈൽ മീൻസ് എന്താണ്? മൂവബിൾ ആയിട്ടുള്ളതാണ്. അപ്പം നല്ല ലോവർ വിസ്കോസിറ്റി ഉള്ളതിനെ മൊബൈൽ ലിക്വിഡ്സ് എന്നും ഗ്രേറ്റർ വിസ്കോസിറ്റി ഉള്ളതിനെ വിസ്കസ് ലിക്വിഡ്സ് എന്നും പറയുന്നു. ഓക്കെ, സോ ഹൗ യു ക്യാൻ റെഡ്യൂസ് ദ വിസ്കോസിറ്റി? എങ്ങനെ നമുക്ക് ഈ വിസ്കോസിറ്റീനെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും? എന്താണ്? വെൻ വി അപ്ലൈ ടെമ്പറേച്ചർ വി ക്യാൻ ഡ്യൂ ടു ദ ടെമ്പറേച്ചർ ദർ ഈസ് എന്താ റിഡക്ഷൻ ഓഫ് വിസ്കോസിറ്റി. നമുക്ക് നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? വിസ്കോസിറ്റി കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പം എന്താണ്? ടെമ്പറേച്ചറിന് എന്തിനെ കുറയ്ക്കാൻ പറ്റും? വിസ്കോസിറ്റീനെ കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, if we take the honey in a test tube and heat, നമ്മൾ ഒരു ഹണീനെ ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് ഹീറ്റ് ചെയ്യുമ്പം വി ക്യാൻ സീ ദാറ്റ് ഹണി മൂവ് ഫാസ്റ്റർ ദാൻ ദ ഏർലിയർ വൺ. അതായത് നേരത്തെ ഉള്ളതിനേക്കാളിലും ഫാസ്റ്ററായിട്ട് എന്ത് ചെയ്യും? ഹണി മൂവ് ചെയ്യും. സോ വെൻ വി അപ്ലൈ ടെമ്പറേച്ചർ ദ വിസ്കോസിറ്റി ബിക്കം ഡിക്രീസസ്. ടെമ്പറേച്ചർ കൂട്ടുമ്പം വിസ്കോസിറ്റി കുറയുന്നു. ഇപ്പം നമ്മൾ ഒരു പേഴ്സണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഇൻ യുവർ ടെക്സ്റ്റ് ദർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ദാറ്റ് വെൻ എ പേഴ്സൺ ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക്. ഒരു പേഴ്സൺ ഇലക്ട്രിക് ഷോക്ക് കേൾക്കുന്നു. അപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് പേഴ്സൺ? ദ ടെമ്പറേച്ചർ ബിക്കം ഡിക്രീസസ്. ആ പേഴ്സണിൻ്റെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കുറയുന്നു അല്ലേ? ടെമ്പറേച്ചർ കുറയുമ്പം എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആസ് എ റിസൾട്ട് ദ വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് ഇൻക്രീസസ്. അപ്പോൾ ടെമ്പറേച്ചർ കുറയുമ്പോൾ എന്ത് കൂടുന്നു? വിസ്കോസിറ്റി, ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടുന്നു അല്ലേ? the temperature decreases due to the electric shock, the person's body temperature decreases and the viscosity increases. Viscosity എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതിൻ്റെ ഫലമായിട്ട് ആസ് എ റിസൾട്ട് ദ കോസിങ് ഹിൻഡ്രൻസ് ടു ദ ഫ്ലോ ഓഫ് ബ്ലഡ്. ആ ബ്ലഡിൻ്റെ ഫ്ലോയ്ക്ക് എന്ത് ചെയ്യുന്നു? അവിടെ ടെമ്പറേച്ചർ കൂടുമ്പം എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി കൂടുമ്പോൾ എന്താ സംഭവിക്കുക? വിസ്കോസിറ്റി കൂടുമ്പം ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കൂടുകയെന്ന് വെച്ചാൽ ബ്ലഡിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നു? അവിടെ അതിൻ്റെ ഫ്ലോയ്ക്ക് എന്താണ്? കുറയുന്നു അല്ലേ? ഫ്ലോ എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്നു. ദ ഫ്ലോ അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കുറയുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. സോ എന്താണ്? അങ്ങനെ ബ്ലഡ് ഫ്ലോ കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കാം? if the blood flow is reduced it leads to the heart attack ഉണ്ടാകും. ബ്ലഡ് ഫ്ലോ കുറയുമ്പോൾ എന്ത് ചെയ്യും? അതാണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന ആളുടെ ബ്ലഡ് ഫ്ലോ വിസ്കോസിറ്റി, ബ്ലഡിൻ്റെ വിസ്കോസിറ്റി കുറയുകയും അയാൾക്ക് എന്ത് ഇറ്റ് മേ ബി ലീഡ് ടു ദ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ വെൻ എ പേഴ്സൺ ഗെറ്റ്സ് ഇലക്ട്രിക് ഷോക്ക് വി ജസ്റ്റ് മസാജ് ദ ബോഡി. എന്ത് ചെയ്യുക? ഒരു പേഴ്സണിന് ഇലക്ട്രിക് ഷോക്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് മസാജ് ചെയ്യുക അല്ലേ? മസാജ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അവിടെ ടെമ്പറേച്ചർ കൂടുമ്പം ഈ ബ്ലഡ് ഫ്ലോ എന്ത് ചെയ്യും? നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആ പേഴ്സണിനെ സേവ് ചെയ്യാൻ പറ്റും. അതായത് ബ്ലഡിൻ്റെ വിസ്കോസിറ്റി, ടെമ്പറേച്ചർ നമ്മൾ വാം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ റബ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് വിസ്കോസിറ്റി എന്താണ്? ടെമ്പറേച്ചർ കൂടിയിട്ട് വിസ്കോസിറ്റി കുറയും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പേഴ്സണിനെ ഹാർട്ട് അറ്റാക്കിന് വി ക്യാൻ സേവ് ദ പേഴ്സൺ ഫ്രം ദ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ, അപ്പോൾ ആ പേഴ്സണിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇലക്ട്രിക് ഷോക്ക് വെക്കുമ്പോൾ നമ്മൾ എന്താണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടത്? വാട്ട് ഫസ്റ്റ് എയ്ഡ് വി ഗീവ് ടു ദാറ്റ് പേഴ്സൺ? വി ജസ്റ്റ് മസാജ് ദ ബോഡി ഓഫ് ദാറ്റ് പേഴ്സൺ. ആ പേഴ്സണിനെ നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് മസാജ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് ബിക്കോസ് വിസ്കോസിറ്റി ഓഫ് ദ ബ്ലഡ് ഇൻക്രീസസ്. ഓക്കെ, ഇലക്ട്രിക് ഷോക്ക് കേൾക്കുമ്പോൾ ടെമ്പറേച്ചർ കുറയുകയും എന്താണ്? വിസ്കോസിറ്റി കൂടുകയും അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാകുന്നു? ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഇറ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക്. സോ വെൻ എ പേഴ്സൺ ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക് വി ജസ്റ്റ് മസാജ് the body and warm the body. ബോഡിയെ വാം ചെയ്യുക, മസാജ് ചെയ്ത് വാം ചെയ്യുക. Okay, so this is the last section of this chapter. Hope you have understand all the concept in this chapter. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് വിസ്കസ് ഫോഴ്സ് ആണ്. വാട്ട് ഈസ് എ വിസ്കസ് ഫോഴ്സ്? ഇറ്റ് ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ആ ലെയേഴ്സിൻ്റെ മോഷനിലുള്ള ലിക്വിഡ്സിൻ്റെ ബിറ്റ്വീൻ ദ ലെയേഴ്സ് ഓഫ് ദ ലിക്വിഡ് ഇൻ മോഷൻ there is a frictional force and that force is called that force is called viscous force and the characteristics property of that liquid is called viscosity. Okay, so we will meet on the next class. Now we can wind up the class. Thank you.